ക്ഷേമപ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യുപകരണമാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. ആ പ്രതീക്ഷയുമാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നത്. പാലക്കാട് നഗരത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കൈവശമുണ്ട്. 300 പേജ് വരുന്ന പുസ്തകമാണ്. അതായത് 100 പേജ് സാധ്യമായാൽ കൂടെ പാലക്കാട് നഗരം വലിയൊരു വികസന കുതിച്ചുചാട്ടം പാലക്കാട് നഗരത്തിന് സാധ്യമാവും. പ്രധാനമന്ത്രി നേരിൽ കാണുക പറയുമ്പോൾ ഒരു വലിയ ഭാഗ്യമായിട്ടാണ്. അദ്ദേഹത്തെ പലതവണ പേഴ്സണലി കാണാനുള്ള അവസരം ലഭിച്ചു. പക്ഷേ ഇതൊരു നഗരത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത് കൂടുതൽ ആവേശത്തോടെ ഈ പരിപാടിയെ കാണുന്നു. അകത്തേത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അകത്തേത്തറയിൽ ഭരണത്തിലെത്തിയത്. ആ ഭരണത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി നേരിൽ കാണാനും കഴിയുന്നു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉണ്ട്. വലിയ സന്തോഷമുണ്ട്. അകത്തേത്തറ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ക്ഷണം സ്വീകരിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ളൊരു ക്ഷണം കിട്ടിയത് തീർച്ചയായിട്ടും വലിയൊരു അംഗീകാരമായിട്ട് നമ്മളിതിനെ കാണുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയായിട്ട് ഞങ്ങൾ പോവുകയാണ്. നല്ല സന്തോഷം ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. തന്നെയാണ് എല്ലാവർക്കും സന്തോഷം തന്നെയാണ് പറയാനുള്ളത്. BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ ഇവർക്ക് സ്വീകരണം അല്പസമയം മുമ്പ് നൽകുകയുണ്ടായി. ഏതാനും നിമിഷങ്ങൾക്കകം കേരള എക്സ്പ്രസ് ട്രെയിൻ വരാൻ പോകുന്നു. മേയർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ നിന്ന് രാവിലെ തന്നെ യാത്ര തിരിച്ചതാണ്. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്? വലിയ രീതിയിൽ കേരളത്തിലെ വികസനത്തിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നതിനുള്ളൊരു കുതിപ്പായിട്ടാണ് ഈ യാത്രയെ ഞങ്ങൾ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുതൽ മഞ്ചേശ്വരം വരെയുള്ള ആളുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഈ യാത്രകളിലുണ്ട്. ആദരണീയനായ പ്രധാനമന്ത്രിജിയുമായിട്ട് ഇവർക്ക് സംവദിക്കാനുള്ള സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ തിരിച്ചു വരുന്ന സമയത്ത് വലിയൊരു ഊർജ്ജവുമായിട്ടായിരിക്കും ഞങ്ങളുടെ ജനപ്രതിനിധി തിരിച്ചെത്തുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ട്രെയിന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇപ്പോൾ കേരള എക്സ്പ്രസ് കടന്നു വരുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള സ്വീകരണം ഓരോ ജനപ്രതിനിധികൾക്കും BJP പ്രവർത്തകർ നൽകുകയുണ്ടായി. ഒപ്പം തിരുവനന്തപുരത്തെ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്വീകരണം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇവിടെ നിന്നും ഈ കാസർഗോഡ് മുതൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലെ ജനപ്രതിനിധികൾ ഈ ഇവിടെ നിന്നും കേരള എക്സ്പ്രസിൽ പ്രധാനമന്ത്രിയെ കാണുന്നതിന് യാത്ര തിരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, जय बोलो जय भारत माता, जय जय BJP,
जय जय बीजेपी जय बोलो जय भारत माता जय बोलो जय भारत माता जय बोलो जय बीजेपी जय बोलो जय बीजेपी जय बोलो जय बीजेपी जय बीजेपी അരുൺ, വളരെ ആവേശകരമായ സ്വീകരണമാണ് ഡൽഹി യാത്രാ സംഘത്തിന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത്. പാലക്കാട് നിന്നുള്ള ജനപ്രതിനിധികൾ കൂടി കേരള എക്സ്പ്രസിലേക്ക് ആ സംഘത്തോടൊപ്പം ചേർന്നിരിക്കുകയാണ്. വിവരങ്ങൾ നിലിമ, തീർച്ചയായിട്ടും ആവേശോജ്വലമായ സ്വീകരണമാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോകുന്ന കേരളത്തിലെ ജനപ്രതിനിധി സംഘത്തിന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഷൊർണൂർ നഗരസഭയിൽ നിന്നുള്ള, അകത്തേത്തറ പഞ്ചായത്തിൽ നിന്നുള്ള ഒക്കെ ജനപ്രതിനിധികളെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും പാലക്കാട് ജില്ലയിൽ നിന്നും 8 പേരാണ്, പാലക്കാട് ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി 8 പേരാണ് ഈ യാത്രാ സംഘത്തിൽ ഇവിടെ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഈ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാണ് ഈ യാത്രയുടെ ഭാഗമായിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റ് ജില്ലകളിലൊക്കെ ആ ജില്ലകളിലെ മാത്രം ജനപ്രതിനിധികളായിരുന്നെങ്കിൽ പാലക്കാട് ജില്ലയിലേക്ക് അല്ലെങ്കിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുമ്പോൾ മറ്റ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കൂടി ഇവിടെ നിന്നും യാത്രയുടെ ഭാഗമാവുന്നു എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ പ്രതികരിച്ച ജനപ്രതിനിധികൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞ കാര്യം എന്നുള്ളത് ഇത് തങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ അവസരം അത് നാടിൻ്റെ വികസനത്തിനായിട്ട് കൃത്യമായിട്ട് തന്നെ വിനിയോഗപ്പെടുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാലക്കാട് നഗരസഭയുടെ
വികസനം സംബന്ധിച്ച ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെ സമർപ്പിക്കുമെന്ന് നേരത്തെ നഗരസഭ അധ്യക്ഷൻ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അത്തരത്തിൽ ഇതൊരു നാടിൻ്റെ വികസനത്തിന് വലിയ ഒരു കുതിപ്പേകുന്ന ഒരു യാത്രയായി മാറും തങ്ങൾക്ക് എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് ഓരോ ജനപ്രതിനിധികളും പങ്കുവെക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും ഒരുപാട് ജനപ്രതിനിധികൾ ഇപ്പോൾ ഇവിടെ യാത്ര അയക്കാനൊക്കെ ഈ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് യാത്ര പോകാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ജനപ്രതിനിധികളൊക്കെ ഇവരെ യാത്രയാക്കാനായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ, പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് ജനപ്രതിനിധികൾക്ക് നൽകിയത് എന്നുള്ളതാണ്. നേരത്തെ മേയർ, തിരുവനന്തപുരത്തെ മേയറായ വി രാജേഷും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെ നമുക്ക് ഇവിടേക്ക് ഇറങ്ങി വന്ന് ഈ സ്വീകരണം ഏറ്റുവാങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പാലക്കാട് ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഷോളണീച്ചായിരുന്നു കോർപ്പറേഷൻ മേയറെ ഉൾപ്പെടെ ഇവിടെ സ്വീകരിച്ച കാഴ്ച നമ്മൾ കണ്ടത്. ഏതായാലും ജനപ്രതിനിധികളുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. ഇതിപ്പോൾ ഇനി പാലക്കാട് നഗരം വിട്ടുകഴിഞ്ഞാൽ, പാലക്കാട് ജംഗ്ഷനിലെ ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞാൽ പിന്നീട് തമിഴ്നാട്ടിലേക്കാണ്. അടുത്ത് വാളയാറം കടന്ന് പിന്നെ പ്രവേശിക്കുന്നത് തമിഴ്നാട്ടിലാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഘത്തിന് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലുള്ള സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് വലിയ ഒരു അവസരമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ ലഭിക്കുന്ന ഒരു അവസരം, അദ്ദേഹവുമായി ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു അവസരം എന്നുള്ളത് അത് നാടിൻ്റെ വികസനത്തിനുൾപ്പെടെ വലിയ പ്രയോജനപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സംഘം ഇവിടെ നിന്നും യാത്ര തിരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് BJPക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായിട്ട് BJP അധികാരത്തിലെത്തുന്നത് പാലക്കാട് നഗരസഭയിലാണ്. ആ പാലക്കാട് നഗരസഭയിൽ ആദ്യമായി അധികാരത്തിലെത്തിയെന്ന് മാത്രമല്ല, തുടർച്ചയായി 3ാം തവണയും നഗരസഭയിലെ ഭരണം നിലനിർത്താൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJP കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുന്ന, കൂടുതൽ പഞ്ചായത്തുകളിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം പോലും ജില്ലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അകത്തേത്തറ പഞ്ചായത്ത്, പാലക്കാട് നഗരസഭയുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന പഞ്ചായത്താണ് അകത്തേത്തറ പഞ്ചായത്ത്. ആ അകത്തേത്തറ പഞ്ചായത്തിൽ BJP ചരിത്രത്തിൽ ആദ്യമായി ഏകദേശം 37 വർഷം CPM ഭരിച്ച പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലാണ് BJPക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അത്തരത്തിൽ അധികാരത്തിലെത്താൻ അകത്തേത്തറ പഞ്ചായത്തിൽ കഴിഞ്ഞു. അതുപോലെ അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്തിൽ ഭരണത്തിലെത്താൻ കഴിഞ്ഞു. പറളി പഞ്ചായത്തിൽ ടോസ് ഇട്ടിട്ടാണ് BJPക്ക് ഭരണം നഷ്ടമായത്. കാരണം BJPയും ഇടതുപക്ഷവും അവിടെ ഒരുമിച്ച് ഒരേ സീറ്റ് നിലയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുമ്പോൾ പാലക്കാട് ജില്ലയിൽ ചരിത്രത്തിൽ മുൻപൊന്നുമില്ലാത്ത തരത്തിലുള്ള മുന്നേറ്റമാണ് ജില്ലയിൽ. അത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നഗരസഭാ അധ്യക്ഷൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾ യാത്രയിൽ പങ്കുചേരുന്നുണ്ട്. തിരുവനന്തപുരം മേയർക്കും അതുപോലെ കൗൺസിലർമാർക്കും ഒക്കെ വലിയ ഊഷ്മളമായ സ്വീകരണമാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത്. അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.